പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തെ ആകെ ഉലച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ കഥാപാത്രം നടത്തിയ ചില പത്രസമ്മേളനങ്ങളായിരുന്നു. ഈ ദല്ലാൽ നന്ദകുമാർ ഒരുപാട് കാലമായി ഒരു വിവാദ കഥാപാത്രമാണ്. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തോതിൽ വിവാദത്തിൽ പെട്ടു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ദല്ലാൽ നന്ദകുമാർ. ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് വിവാദം അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് നടന്ന ഡേറ്റാ സെൻറ്റർ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങളിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വെണ്ണലയിൽ ഒരു ക്ഷേത്രമുണ്ടെന്നും ആ ക്ഷേത്രത്തിൽ വലിയ കച്ചവടക്കാർ വലിയ കുത്തകകളുടെ നിക്ഷേപമുണ്ടെന്നും ഒക്കെ ഉള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അംബാനിയുമായി ബന്ധമുള്ള ആളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ദല്ലാൽ നന്ദകുമാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദ നായകനാണ്. പ്രത്യേകിച്ച് വരുമാന സ്രോതസ്സൊന്നുമില്ലെങ്കിലും അദ്ദേഹം വിവാദങ്ങളിലൂടെ വളർന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ട് വളരെ സംശയാസ്പദമായിട്ടാണ് ആളുകൾ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉപയോഗിക്കുന്നുണ്ടെന്നും അതിലൂടെ അദ്ദേഹം പണമുണ്ടാക്കുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പിന്നെ പച്ചപ്പരസ്യമാണ്. ആ ദല്ലാൽ നന്ദകുമാർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയ ചില വാർത്താ സമ്മേളനങ്ങൾ വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയുണ്ടായി. അതിലാദ്യം അദ്ദേഹം പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിക്കെതിരായിട്ടാണ് രംഗത്ത് വന്നത്. അദ്ദേഹം നടത്തിയ പണമിടപാടുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയങ്ങളിൽ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതിനുശേഷം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അതിനെ തുടർന്ന് EP ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തി. അപ്പോൾ ആ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തി അതിൻ്റെ പത്രസമ്മേളനങ്ങളും അദ്ദേഹം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പൊതു രാഷ്ട്രീയ രംഗത്തെ ഒരു അതികായനായി ഈ ദല്ലാൽ നന്ദകുമാർ എന്ന കഥാപാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു തലത്തിലേക്ക് ഈ ദല്ലാൽ എന്ന് പറയുന്ന ഈ ഇടനിലക്കാരനായിട്ടുള്ള ഈ നന്ദകുമാർ മാറി എന്ന് കാര്യകാരണസഹിതം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പത്രസമ്മേളനങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതിൽ അദ്ദേഹം ഏറ്റവും അവസാനം നടത്തിയ ഒരു പത്രസമ്മേളനം എന്ന് പറയുന്നത് 44 മിനിറ്റ് നീണ്ടു നിന്ന ഒരു പത്രസമ്മേളനമായിരുന്നു. 44 മിനിറ്റ് നീണ്ട പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ആ പത്രസമ്മേളനത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കി അദ്ദേഹം കടന്ന് ആക്രമിക്കുകയായിരുന്നു മാധ്യമങ്ങളെ. അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതിരോധത്തിൽ നിൽക്കുകയായിരുന്നില്ല, മറിച്ച് കടന്നാക്രമിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. എത്ര അതോറിറ്റേറ്റീവായിട്ടാണ്, എത്ര അസർട്ടീവായിട്ടാണ് അയാൾ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് അങ്ങനെ പറയാനുള്ള ശക്തി അല്ലെങ്കിൽ അത് പറയാനുള്ള ഊർജം അദ്ദേഹത്തിന് ലഭിച്ചത് രാഷ്ട്രീയ നേതാക്കന്മാരെയെല്ലാം അദ്ദേഹം ചില പാവകളിയിൽ എന്ന പോലെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല സമുന്നത രാഷ്ട്രീയ നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ ചവിട്ടടിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അയാളുടെ ഈ 44 മിനിറ്റുള്ള പത്രസമ്മേളനത്തിൽ അയാൾ ഒരു ഘട്ടത്തിൽ EP ജയരാജനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ വാട്സാപ്പിൽ EP ജയരാജനുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പത്രസമ്മേളനം നടത്താൻ പോകുന്ന കാര്യം ഞാൻ EP ജയരാജനോട് പറഞ്ഞു. K. സുധാകരൻ EP ജയരാജനെ മോശമായി പറഞ്ഞതിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധാകരനെതിരായിട്ടാണ് ഞാൻ പത്രസമ്മേളനം നടത്താൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജയരാജനോട് പറഞ്ഞു, ആ പത്രസമ്മേളനം ഞാൻ നടത്തി കഴിയുമ്പോൾ ഏത് ദല്ലാൽ, എന്ത് ദല്ലാൽ, എവിടുത്തെ ദല്ലാൽ എന്നൊന്നും ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് വെറുതെ നീരുവീഴ്ച ഉണ്ടാക്കരുത് എന്നാണ് അദ്ദേഹം ജയരാജനോട് പറഞ്ഞത്. ആരാണ് ജയരാജൻ? കേരളത്തിലെ മുൻ വ്യവസായ മന്ത്രി, കേന്ദ്ര കമ്മിറ്റി അംഗം, കണ്ണൂരിൽ നിന്നുള്ള സമുന്നതനായിട്ടുള്ള നേതാവ്. ആ സമുന്നതനായിട്ടുള്ള നേതാവിനെ കുറിച്ചിട്ടാണ് ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. ഏത് ദല്ലാൽ, എന്ത് ദല്ലാൽ എന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നെ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വരും, വെറുതെ നീരുവീഴ്ച ഉണ്ടാക്കരുത് എന്ന്. അപ്പോൾ എവിടെ നിൽക്കുകയാണ് ജയരാജൻ ദല്ലാൽ നന്ദകുമാറിൻ്റെ മുന്നിൽ? കൈകൂപ്പി വിശ്വസ്ത വിനീത വിധേയനായിട്ട് നിൽക്കുകയല്ലേ ദല്ലാൽ നന്ദകുമാർ, ജയരാജൻ. 2,
BJPയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് പ്രകാശ് ജാവ്ദേക്കർ. അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാക്കളൊരാൾ. ആ നേതാവായിട്ടുള്ള ജാവ്ദേക്കറുമായി നടത്തിയ ചർച്ചയെക്കുറിച്ചിട്ട് ദല്ലാൽ നന്ദകുമാർ എന്താ പറയുന്നത്? എന്നെ വന്ന് കണ്ടു, ഞാൻ വിളിച്ചെടുത്ത് വന്നു, ഞാൻ പറയുന്നത് കേട്ടു, എന്നോട് ഡൽഹിയിൽ ചെല്ലാൻ പറഞ്ഞു, ഞാൻ ജയരാജനെയും വിളിച്ചുകൊണ്ട് ജാവ്ദേക്കറിൻ്റെ മുന്നിൽ പോയി. അപ്പം ജാവ്ദേക്കർ എന്ന് പറയുന്ന BJPയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് പോലും തൻ്റെ വരുതിയിലാണ് നിൽക്കുന്നത് എന്ന് പിന്നെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ദല്ലാൽ നന്ദകുമാറിന് കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? എന്നാലോചിച്ച് നോക്കി. അപ്പോൾ ആദ്യം ജയരാജൻ, അടുത്തത് ജാവ്ദേക്കർ. മൂന്നാമത് കെ സുധാകരനെ കുറിച്ചിട്ട് അയാൾ പറഞ്ഞെന്താ? കെ സുധാകരൻ ഞങ്ങളുടെ പിന്നെ നിയന്ത്രണത്തിൽ വന്നു. കെ സുധാകരനുമായിട്ട് ഭൗതികമായും സാമ്പത്തികമായിട്ടുമുള്ള ചർച്ചകൾ നടന്നു, എഗ്രിമെൻറ്റിലെത്തി. ആ സമയത്ത് കെ സുധാകരന് KPCC പ്രസിഡന്റ് സ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമായിരുന്നു കെ സുരേന്ദ്രൻ എന്ന് വെട്ടിത്തുറന്ന് പറയുകയാണ് ദല്ലാൽ നന്ദകുമാർ. കെ സുധാകരൻ ഇതുവരെ അതിനെ ഖണ്ഡിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ ജയരാജനെക്കുറിച്ച് പറയുന്നു, പ്രകാശ് ജാവ്ദേക്കറിനെ കുറിച്ച് പറയുന്നു, കെ സുധാകരനെ കുറിച്ച് പറയുന്നു. ഇനി പിണറായി വിജയനെ കുറിച്ചിട്ട് പറഞ്ഞെന്താ? പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞത് 2004 മൂവാറ്റുപുഴയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി ആ മണ്ഡലത്തിൽ നിന്ന് CPM NDAയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിൽ വലിയ പങ്ക് പിണറായി വിജയൻ വഹിച്ചു. അതിൽ ദല്ലാളായി നിന്നത് ഞാനാണ്, ഇടനിലക്കാരനായി നിന്നത് ഞാനാണ് എന്ന് പറയുകയും പിണറായി വിജയനെ വളരെയേറെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ആലോചിച്ച് നോക്ക്. അപ്പം കാര്യമായ ഒരു വരുമാനവുമില്ലാതെ രാഷ്ട്രീയക്കാർ നടത്തുന്ന അനധികൃത പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് ദല്ലാൽ നന്ദകുമാർ എന്നുള്ള പേര് വരുത്തിയ അയാൾക്ക് മറുപടി പറയാൻ ഒരു രാഷ്ട്രീയ നേതാവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനി ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് അയാൾ എന്താ പറഞ്ഞത്? ശോഭാ സുരേന്ദ്രനെ ഈ പറഞ്ഞതുപോലെ തകർത്ത് തരിപ്പണമാക്കില്ലേ ശരിക്കും ദല്ലാൽ നന്ദകുമാർ ചെയ്തത്? ശോഭാ സുരേന്ദ്രൻ്റെ യഥാർത്ഥ ഭർത്താവ് സുരേന്ദ്രനാണെന്ന് പറയുന്നു. വേറൊരാളുമായിട്ട് ശോഭാ സുരേന്ദ്രൻ, മോഹൻദാസ് എന്ന് പറഞ്ഞ ആളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. അയാളുടെ ഭാര്യ പ്രസന്നയിൽ നിന്നുള്ള സ്ഥലം അയാൾ പ്രസന്നെ അറിയാതെ മേടിച്ച് ശോഭാ സുരേന്ദ്രന് കൊടുക്കുന്നു എന്ന് പറയുന്നു. ആ സ്വത്താണ് ശോഭാ സുരേന്ദ്രൻ തനിക്ക് വിൽക്കാൻ ശ്രമിച്ചതെന്ന് ഖണ്ഡിതമായി അയാൾ പറഞ്ഞു. ശോഭാ സുരേന്ദ്രന് മറുപടിയില്ല. ശോഭാ സുരേന്ദ്രൻ അയാളിൽ നിന്ന് നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറയുന്നതിനെ ഖണ്ഡിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്നില്ല. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പോകാൻ അടിക്കടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് താനാണെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു. പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ആവാൻ തനിക്ക് ലക്ഷങ്ങൾ വേണം എന്നവർ തന്നോട് ആവശ്യപ്പെട്ടു എന്ന് അയാൾ പറയുന്നു. താനവർക്ക് 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് അവർ പറയുന്നു. അതിൻ്റെ മുമ്പിൽ ശോഭാ സുരേന്ദ്രനും ചൂളിപ്പോകുന്ന കാഴ്ചയല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ ഇയാൾ തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും ദയനീയമായൊരു കാഴ്ചയല്ലേ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനും അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ജാവ്ദേക്കറിന് കഴിഞ്ഞിട്ടുണ്ടോ? അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ടോ? അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ജയരാജന് കഴിഞ്ഞിട്ടുണ്ടോ? അയാൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സാക്ഷാൽ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അത്തരത്തിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരെ തൻ്റെ വരുതിക്ക് നിർത്തി അവരെ കൊണ്ട് പാവകളി പോലെ കളിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി ഈ ദല്ലാൽ നന്ദകുമാർ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിരാശാജനകമായ ഒരു സാഹചര്യമല്ലേ സുഹൃത്തുക്കളെ കേരളത്തിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത്?